അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പലപ്പോഴും പലരും തൻ്റെ സുഹൃത്തിനെ അവഹേളിക്കുകയും കളിയാക്കുകയും ചീത്ത പറയുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ നമ്മൾ കാണാറുണ്ട്. പല വിധത്തിലും ഇരട്ട പേര് വിളിക്കുന്നവർ, കളിയാക്കുന്നവർ, തൻ്റെ കീഴിലുള്ളവരെ യാതൊരു വിലയും യാതൊരു നിലയും നൽകാതെ ഇരിക്കുന്നവർ. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, മുത്തഫക്കുൻ അലൈഹി ഹദീസിൽ കടന്നു വന്നൊരു ഭാഗം, അവിടെ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതൊരുവൻ്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും മുസ്ലിങ്ങൾ സുരക്ഷിതരാണോ അവനാണ് യഥാർത്ഥ മുസ്ലിം. അള്ളാഹു നിരോധിച്ചത് ഉപേക്ഷിക്കുന്നവനാണ് യഥാർത്ഥ മുഹാജിർ. അതേപോലെ തനിക്ക് ഇഷ്ടപ്പെടുന്നത് എന്ത് ഇഷ്ടപ്പെടുന്നുവോ അത് മറ്റൊരു മുസ്ലിങ്ങൾക്കും ഉണ്ടാകുന്നത് ഇഷ്ടപ്പെടുന്നത് ഈമാനിൽപ്പെട്ടതാണ്. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തനിക്ക് എന്തെല്ലാം ഉണ്ടാവണമെന്ന് ഒരാൾ ഇഷ്ടപ്പെടുന്നുവോ അതെല്ലാം തൻ്റെ സഹോദരനും ഉണ്ടാകുന്നത് ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാളും യഥാർത്ഥ വിശ്വാസിയാവുകയില്ല. അപ്പോൾ നമ്മൾ യഥാർത്ഥ വിശ്വാസികളാകണമെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ സഹോദരന് വേണ്ടിയും നമ്മൾ ഇഷ്ടപ്പെടണം. അല്ല, പലപ്പോഴും ഇന്ന് നമുക്ക് അസൂയയാണ്, പരസ്പരം പകയാണ്, അയൽവക്കത്ത് പോലും നല്ല ബന്ധങ്ങളില്ല, കുടുംബത്തിൽ പോലും വിള്ളലുകളാണ്. എന്തിൻ്റെ പേരിൽ? അവനൊരു കാറ് വാങ്ങിയതിൻ്റെ പേരിൽ, അവൻ നല്ലൊരു വസ്ത്രം വാങ്ങിയതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ നല്ലൊരു വീടുണ്ടാക്കിയതിൻ്റെ പേരിൽ പരസ്പരം അസൂയയും വിദ്വേഷവും വെറുപ്പും വെച്ച് പുലർത്തുന്നവർ. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ അഭിമാനത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുന്ന മറ്റൊരു ഹദീസ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, പ്രവാചകനെ കുറിച്ച് പറയുന്നു. അവിടുന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അവിടുന്ന് തൻ്റെ ഒട്ടകപ്പുറത്ത് ഇരിക്കുകയായിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകപ്പുറത്ത് ഇരിക്കുകയായിരുന്നു. ഒരാൾ ഒട്ടകത്തിൻ്റെ മൂക്കുകാര് പിടിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇന്ന് ഏത് ദിവസമാണ്? ഞങ്ങൾ മൗനം പാലിച്ചു, ആരും മുണ്ടുന്നില്ല. കാരണം അവർ വിചാരിക്കാറുണ്ട് പ്രവാചകൻ മറ്റൊരു പേര് പറയുമോ ഈ ദിവസത്തിനെന്ന്. പക്ഷേ അവിടുന്ന് ആ ദിവസത്തിന് അതിൻ്റേതല്ലാതെ മറ്റൊരു പേര് പറയുമോ എന്ന് ഞങ്ങൾ കരുതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന് ബലിദിനമല്ലേ? അവിടുന്ന് ചോദിച്ചു, പ്രവാചകൻ ചോദിക്കുകയാണ്, ഇതേത് മാസമാണ്? അപ്പോഴും ഞങ്ങൾ മൗനം വീക്ഷിച്ചു, അതായത് സഹാബികൾ മൗനം വീക്ഷിച്ചു. കാരണം പ്രവാചകൻ അതിൻ്റേതല്ലാതെ മറ്റൊരു പേര് പറയുമോ എന്ന് ഞങ്ങൾ കരുതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ദുൽഹജ്ജ് മാസമല്ലേ? ഞങ്ങൾ പറഞ്ഞു, അതെ. അവിടുന്ന് പറഞ്ഞു, തീർച്ചയായും നിങ്ങളുടെ ഈ നാടും, അതായത് നമുക്കറിയാം പ്രവാചകൻ്റെ മക്കയിൽ, തീർച്ചയായും നിങ്ങളുടെ ഈ നാടും ഈ മാസവും ഈ ദിവസവും എത്ര പവിത്രമാണോ അപ്രകാരം നിങ്ങളുടെ ജീവനും നിങ്ങളുടെ ധനവും നിങ്ങളുടെ അഭിമാനവും പവിത്രമാണ്. ഇവിടെ സന്നിധരായവർ ഇവിടെ സന്നിധരാകാത്തവർക്ക്, അതായത് സന്നിധരാകാത്തവർക്ക് ഈ സന്ദേശം എത്തിക്കട്ടെ. ചിലപ്പോൾ സന്ദേശം ലഭിക്കുന്നവർ നേരിട്ട് കേട്ടവരെക്കാൾ മനസ്സിലാക്കിയേക്കാം. അങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ ദിവസവും ചെറിയ ചെറിയ പുസ്തകങ്ങൾ വായിക്കാനും ചെറിയ കാര്യങ്ങൾ പഠിക്കുവാനും ജീവിതത്തെ പകർത്താൻ ശ്രമിക്കുവാനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾ, വലിയ കാര്യങ്ങളല്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിക്കുകയും ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുക. നമുക്കറിയാം, നമ്മളെല്ലാം മരിച്ച് പിരിയേണ്ടവരാണ്, അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ് എന്ന ബോധത്തോടു കൂടി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വാഹൃദ.